അങ്ങനെ ഡേ 5 കീ ചെയിൻ കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി കീ ചെയിനാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രിങ്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണല്ലേ. അപ്പോൾ 2 വാങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ 2 അടപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഇതാ അതിൻ്റെ തന്നെ ആ ഒരു ടാഗ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലെ മറ്റേ മൂടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ പശ കഴിഞ്ഞുകൊണ്ട് നമ്മളിതാ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായി സീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഓരോ ബൊമ്മകളോ അല്ലെങ്കിൽ വേറെ ഒരു കീ ചെയിനൊക്കെ പകരമായിട്ട് ചില ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഇതുപോലെ തന്നെ ഓരോ പിക്ചറായിട്ടുള്ള കീ ചെയിൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കീ ചെയിൻ എന്ന് പറയുന്നത് അവർക്കൊരു ഇത്തിരി ഇഷ്ടമായിരിക്കും. അവരുടെ ബാഗിൻ്റെ മുകളിലൊക്കെ ചുമ്മാ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു കുഞ്ഞ് കീ ചെയിൻ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ബോക്സിൻ്റെ മുകളിലായാലും അല്ലെങ്കിൽ പൗച്ചിൻ്റെ മുകളിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു കീ ചെയിൻ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ സംഭവമൊന്നുമില്ല, ഞാനിതാ ഒരു കൊടുത്തതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഇതാ ഇതുപോലെ ഒരു കുഞ്ഞാലുക്കും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്ത് കിട്ടുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പാക്കറ്റ് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ടൈപ്പിൽ നമുക്ക് കീ ചെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട കോഡ് ലൈക്ക്.